കുഞ്ഞിൻ്റെ സ്കിൻ ഗ്ലോ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, കളർ വരാൻ എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങിക്കണം, കുഞ്ഞിന് നിറം വെക്കാൻ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും, സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിരന്തരം എന്ന പോലെ ഇത്തരം ചോദ്യങ്ങൾ കേൾക്കാറുണ്ട്. കുട്ടികളുടെ നിറം അതിനെക്കുറിച്ച് ആവലാതിപ്പെടുന്ന ധാരാളം പാരൻസ് ഉണ്ട്. ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, വ്യക്തിപരമായിട്ട് ഒരു കുഞ്ഞിൻ്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ നിറം കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ ഒരു സ്കിൻ കെയർ ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരുവിധ യോജിപ്പുമില്ല. ഓരോ വ്യക്തിയുടെയും നിറം എന്ന് പറയുന്നത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്, അത് മാറ്റേണ്ട ഒരു കാര്യമല്ല. എന്നാൽ ഡോക്ടർ എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ തൻ്റെ മക്കളെ കുറിച്ച് ഒരു പാരൻറ്റിനുണ്ടാകുന്ന ആശങ്കകൾ, സംശയങ്ങൾ ഒക്കെ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു ടോപ്പിക് ഇന്ന് ഡിസ്കഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരുപാട് പേര് സംശയങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. കാരണം നിരന്തരം കുട്ടികളുടെ നിറം, കുട്ടികളുടെ കളർ, കുട്ടികളുടെ കോംപ്ലക്ഷൻ, നിറം വെക്കാൻ എന്ത് ചെയ്യണം, ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ അത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. ദയവ് ചെയ്തതിനോട് ക്ഷമിക്കുക. ഈ ഒരു ടോപ്പിക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. തീർച്ചയായിട്ടും ഇതൊരു ഫെയർനെസ് പ്രൊമോഷൻ വീഡിയോ അല്ല. ഇത് കുറച്ച് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്ന, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ബേബി സ്കിന്നാണ്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ വളരെ ഡെലിക്കേറ്റ് ആണ്, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെച്ചുവർ അല്ലാത്തൊരു സ്കിന്നാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്തുണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കളർ അല്ലെങ്കിൽ അവരുടെ നിറം നോക്കിയിട്ട് നമ്മൾ അതിന് മാർക്കിടാനായിട്ട് നിൽക്കരുത്. കാരണം ഒരു വയസ്സ് വരെ അവരുടെ സ്കിൻ മെച്ചുവർ ചെയ്യുന്ന ഒരു പീരീഡിൽ ധാരാളം ചേഞ്ചസ് വരുന്നുണ്ട് കുഞ്ഞുങ്ങളിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരു ബോഡിക്കകത്തുനിന്ന് ഈ ഭൂമിയിൽ അവർ വന്നിരിക്കുകയാണ്. അവർ ആദ്യമായിട്ടാണ് അവർ ഈ ഒരു എയറുമായിട്ട് അവർക്ക് കോണ്ടാക്ട് വരുന്നത്, ആദ്യമായിട്ടാണ് അവർക്ക് വെളിച്ചം തട്ടുന്നത്, ഒക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ സാധാരണ ആളുകൾ പറയാറുണ്ട്, കുഞ്ഞിൻ്റെ 28 കെട്ടിന് കുഞ്ഞ് കുറച്ച് കറുത്തിട്ടാണ്, അയ്യോ ജനിച്ചപ്പോൾ നല്ല കളറുണ്ടായിരുന്നു, 28 കണ്ടില്ല കുഞ്ഞ് ആകെ കറുത്തു പോയി എന്നൊക്കെ പറയും. പക്ഷേ ഈ ഒരു സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുട്ടി ഈ ഭൂമിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് എന്തോരം സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പുതിയ പുതിയ സാധനങ്ങളുമായിട്ട് കോണ്ടാക്ട് വരുന്നു. ടച്ച് പോലെ കുട്ടിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് ഇവിടെ വന്ന ശേഷമാണ്. എയറുമായിട്ട് കോണ്ടാക്ട് വരുന്നു, വെയിൽ കൊള്ളുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ചേഞ്ചസ് അവരുടെ സ്കിന്നിലുണ്ടാവും. ഇതൊരു സ്കിൻ മെച്ചുവറിങ് പീരീഡിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അവരുടെ സ്കിന്നിൽ മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞ സെൽസ് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ, ആക്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ജനന ശേഷമാണ്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുറച്ച് ഡള്ളായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സമയത്ത് അപ് ടു 1 ഇയർ നിങ്ങൾ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ കുഞ്ഞുങ്ങൾ കറക്കുന്നുണ്ട് അല്ലെങ്കിൽ വെളുക്കുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കാതിരിക്കുക. ആ ഒരു സമയം അവരുടെ സ്കിൻ മെച്യൂരിറ്റിക്കുള്ള സമയമാണ്. അത് അവർക്ക് അനുവദിച്ച് കൊടുക്കുക. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ടെൻഷൻ അടിക്കരുത്. ഇനി എന്തുകൊണ്ടാണ് സ്കിന്നിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ കളർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ജെനറ്റിക്സ് ആണ്. അതായത് നമ്മുടെ ജീനിൽ എന്താണോ എൻകോഡ് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മുടെ സ്കിന്നിൻ്റെ കളർ നിശ്ചയിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇനി വളരുന്ന സമയത്ത് അവർ കഴിക്കുന്ന ഭക്ഷണം, അവരുടെ ജീവിത രീതി, അവർ താമസിക്കുന്ന സ്ഥലം, കാലാവസ്ഥ എല്ലാം അതിനെ സ്വാധീനിക്കും. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജെനറ്റിക്സ് ആണ്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ് ടു ഒരു 2 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ വീടിനകത്തായിരിക്കുന്നത്. അപ്പം 2 വയസ്സ് കഴിയുമ്പോൾ അവർ ഓടാനും ചാടാനും കളിക്കാനൊക്കെ തുടങ്ങും, മുറ്റത്തേക്ക് ഇറങ്ങും, നന്നായിട്ട് വെയിൽ കൊള്ളാൻ തുടങ്ങും. അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ കുറച്ചും കൂടി സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിന്നിന് ഡള്ളാവും, ടാൻ വരും. അപ്പോൾ കുറച്ചും കൂടി കുഞ്ഞുങ്ങൾ കറുത്ത പോലെ നമുക്ക് തോന്നും. ഞാൻ ഈ കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം ഈ കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചേ പറ്റും. അപ്പോൾ കുട്ടികൾ കുറച്ച് കറുത്തിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെയും ടെൻഷനാവും. കാരണം അയ്യോ നല്ല വെളുത്ത കുട്ടിയായിരുന്നു, കറുത്ത് പോയി, ഇനി എന്ത് ചെയ്യും? ടെൻഷൻ അടിക്കേണ്ട. കാരണം വെയിൽ കൊള്ളുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കാലാവസ്ഥയിലൊക്കെ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് കുഞ്ഞുങ്ങളുടെ കോംപ്ലക്ഷനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ വലിയവർക്ക് പോലും ഇത്തരം ചേഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ കുട്ടികൾ ആദ്യമായിട്ട് ഇതൊക്കെ എക്സ്പോസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി വളരെ ചെറുപ്പം മുതലേ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. 1 വയസ്സ് വരെ അവരുടെ സ്കിൻ മെച്യൂരിറ്റിയുടെ സമയമാണ്. ആ ഒരു സ്കിൻ മെച്ചുവറായി വരാനുള്ള സമയത്ത് നമ്മൾ അമിതമായിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ഉപയോഗം കൊണ്ടും അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പല പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ കുട്ടിയുടെ സ്കിന്ന് വളരെ സെൻസിറ്റീവാണ്. അതുപോലെ തന്നെ ഇതൊന്നും പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി വരാത്ത സ്കിന്നായിരിക്കും.
ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇറിറ്റേഷനും അതുപോലെ അലർജിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കിന്ന് ചിലപ്പോൾ കുറച്ചും കൂടി ഡള്ളാവും. കാരണം നാച്ചുറലി അല്ലെങ്കിൽ ആ സ്കിന്നിന് മെച്ചുവർ ചെയ്യുക അല്ലെങ്കിൽ ആ സ്കിന്നിന് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ ഉപയോഗിക്കുന്ന എനർജിയേക്കാൾ കൂടുതൽ ആ സ്കിന്നിന് ഇത്തരം പ്രൊഡക്റ്റുകളോട് ഫൈറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ സ്കിൻ സ്വാഭാവികമായിട്ടും ഒരു ഫൈറ്റിംഗ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സേഫാണെന്ന് വിചാരിക്കും. അതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സേഫ് അല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാറില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കോമ്പിനേഷൻസ് കുട്ടികളിൽ പരീക്ഷിക്കും. വെളുക്കാൻ വേണ്ടിയിട്ട് തന്നെ പരീക്ഷിക്കും. ഇപ്പം ചെറുനാരങ്ങ നീര്, മഞ്ഞപ്പൊടി, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പല പല പരീക്ഷണങ്ങൾ നടത്തും. ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവും. ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ ഹോം മെയ്ഡ് ആണെങ്കിൽ പോലും ഹാർഷായിട്ടുള്ള പ്രിപ്പറേഷൻസ് കുട്ടികളിൽ പ്രയോഗിക്കരുത്. പ്രത്യേകിച്ച് ചെറുനാരങ്ങ നീര്, മഞ്ഞൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് ഹാർഷായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കുട്ടികളെ സംബന്ധിച്ച് സ്കിന്നിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറിറ്റേഷൻ ഉണ്ടാവും, അലർജിക്ക് ആവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സ്കിന്നിൽ ഓവർ എക്സ്ഫോളിയേഷൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഔട്ടർ ലെയർ ഇളക്കി കളയുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ, അതുപോലെ ബ്ലീച്ച് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കുട്ടികളിൽ പ്രയോഗിക്കരുത്. പിന്നെ കാണുന്ന ടെൻഡൻസിയാണ് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുക. കുറച്ചും കൂടി മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള കുട്ടികളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഷസോ അല്ലെങ്കിൽ സോപ്പുകളോ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ കരുതും കുട്ടി ബ്രൈറ്റ് ആവുന്നുണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം? ആക്ച്വലി സ്കിൻ ബ്രൈറ്റനിങ് സോപ്സ് ആയാലും മറ്റ് സ്കിൻ ബ്രൈറ്റനിങ്ങുള്ള പ്രൊഡക്ട്സുകളായാലും ടെമ്പററി ആയിട്ട് ബ്രൈറ്റനിങ് തരുന്ന സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽസ് ചേർത്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫോർമുല ആയിരിക്കും. ഇപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ് സോപ്സ് ആണെങ്കിൽ പോലും PG12 ഡൈമെത്തിക്കോൺ പോലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ സ്കിൻ കുറച്ച് ബ്രൈറ്റ് ആയിട്ടെന്ന് തോന്നും. പക്ഷേ അതൊരു ടെമ്പററി ആയിട്ടുള്ള ചേഞ്ച് മാത്രമായിരിക്കും. സോപ്പ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കാണാനായിട്ട് പറ്റൂ. പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ആയുർവേദമാണ് അല്ലെങ്കിൽ നാച്ചുറലാണെന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ പല പല സാധനങ്ങളുടെ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ഫോമിലുള്ള അതിൻ്റെ എസെൻഷ്യൽ ഓയിൽസ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ പല കോമ്പിനേഷൻസ് ഉണ്ടാക്കി കുട്ടികളിൽ പരീക്ഷിക്കും. ഇതൊന്നും ചെയ്യാതിരിക്കുക. എസെൻഷ്യൽ ഓയിൽസോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളുടെ എക്സ്ട്രാക്റ്റുകളാണെങ്കിൽ പോലും കുട്ടികളിൽ ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ റീസൺ ഫോർ ഡൾ സ്കിൻ ആണ്. പ്രധാനമായിട്ടും ഡ്രൈനെസ് ആണ്. കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആവുമ്പോൾ ആ ഡ്രൈ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ സ്കിന്നിൻ്റെ തിളക്കം നഷ്ടപ്പെടും. സ്കിൻ വളരെ നിർജ്ജീവമായ പോലെ അല്ലെങ്കിൽ ഒരു ഡാർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അലർജി പോലുള്ള അല്ലെങ്കിൽ റാഷസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. എക്സിമ ഉള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും കരപ്പനൊക്കെ ഉള്ള കുട്ടികളാണെങ്കിലും നമുക്ക് സ്കിൻ അത് മാറിക്കഴിഞ്ഞാലും ചിലപ്പോൾ സ്കിൻ ഡള്ളായിരിക്കും. അതുപോലെ മറ്റ് അസുഖങ്ങളുള്ള കുട്ടികൾക്ക് സ്കിൻ ഡൾനെസ് വരാറുണ്ട്. ന്യൂട്രീഷൻ പ്രോപ്പർ അല്ലാത്ത കുട്ടികൾക്ക് ഡൾനെസ് വരാറുണ്ട്. ഹൈഡ്രേഷൻ പ്രോപ്പർ അല്ലാത്ത കുട്ടികൾക്ക് ഡൾനെസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂ ബോൺ ബേബീസിൽ നമുക്ക് ജോണ്ടീസ് ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മൾ ഫോട്ടോതെറാപ്പി ചെയ്യും. മഞ്ഞളുള്ള കുട്ടികൾക്ക് നമ്മൾ ലൈറ്റ് അടിക്കുക എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ അവർ സ്കിൻ ഡള്ളാവുന്ന കാണണ്ട. അപ്പോൾ അത് കണ്ടിട്ട് അയ്യോ കുട്ടി കറുത്ത് പോയി, ടെൻഷൻ അടിക്കേണ്ട. അതൊക്കെ ആ ഒരു ടെമ്പററി ആയിട്ടുള്ള ചേഞ്ചാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഈ ഡ്രൈനെസ്സും അല്ലെങ്കിൽ എക്സിമ, അലർജി, റാഷസ്, ചൂടുകുരു ഒക്കെ ഉള്ള കുട്ടികൾക്ക് സ്കിൻ കുറച്ച് ഡള്ളായിരിക്കുന്ന പോലെ തോന്നും. ഇതൊക്കെ നമുക്ക് സൊല്യൂഷനുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്കിൻ ബ്രൈറ്റനിങ് പ്രൊഡക്ട്സ് അല്ല. അതിനുവേണ്ടി നമ്മൾ സ്കിന്നിൻ്റെ പ്രോപ്പർ നറിഷ്മെൻറ്റിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്കിൻ നറിഷ്മെൻറ്റിന് ഫോക്കസ് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സ്കിൻ ഹെൽത്തി ആയിട്ട് മാറുകയും ആ ഒരു ഹെൽത്തി റേഡിയൻറ്റ് സ്കിൻ അവർക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ്, കുട്ടി കുറച്ച് ഡള്ളാണ് സ്കിൻ അല്ലെങ്കിൽ കുറച്ചൊരു ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉരച്ച് കുളിപ്പിച്ചാൽ നല്ല ബ്രൈറ്റ്നസ് വരുന്നൊരു വിചാരം നമുക്കുണ്ട്. പക്ഷെ തെറ്റാണത്. ഈ ഒരു ഉരച്ച് കുളിപ്പിക്കുന്ന രീതി കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഡ്രൈനെസ് വരാം. ഇത് കാരണം നമുക്ക് സ്കിൻ ബ്രൈറ്റ്നസ് നഷ്ടപ്പെടുകയും ചെയ്യാം. നമ്മൾ സ്കിൻ ഉരച്ച് കുളിപ്പിക്കുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ സ്ക്രബൊക്കെ ഉപയോഗിച്ച് ഉരച്ച് കുളിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ പൊടി ഉണ്ടല്ലോ, നമ്മൾ പറയും ഓർഗാനിക്കാണ് അല്ലെങ്കിൽ നാച്ചുറലാണ്, ആയുർവേദമാണെന്നൊക്കെ പറഞ്ഞിട്ട് പൗഡേഴ്സ് യൂസ് ചെയ്ത് കുട്ടികളെ കുളിപ്പിക്കും. അത് ആക്ച്വലി പൗഡർ യൂസ് ചെയ്യുന്നത് സേഫ് അല്ല എന്നല്ല, പക്ഷേ വെള്ളത്തിട്ട് കുതിർത്തി അതിൻ്റെ സത്ത് മാത്രം യൂസ് ചെയ്ത് കുളിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ പൊടി നമ്മൾ മിക്സ് ചെയ്ത് ജസ്റ്റ് സ്കിന്നിലിട്ട് ഉരച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും പുറത്തുള്ള പ്രൊട്ടക്റ്റീവ് ബാരിയർ എന്ന് പറയുന്ന ഒരു ലെയറാണ് സ്ട്രാറ്റം കോർണിയ എന്ന് പറയും സ്കിന്നിൻ്റെ. അത് നഷ്ടപ്പെടും അല്ലെങ്കിൽ അതിന് ഡാമേജ് സംഭവിക്കും. ഡാമേജ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ ലോസ് കൂടുതലുണ്ടാവും. പിന്നെ ഔട്ടർ മോസ്റ്റ് ലെയർ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യപ്പെടും. ആ സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് അതിന് റിയാക്ട് ചെയ്യുന്ന രീതിയിൽ മെലാനിയോസൈറ്റ് കൂടുതൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. സ്കിൻ കുറച്ചും കൂടി ഡാർക്ക് ആവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ ഒരു ഓവറായിട്ടുള്ള എക്സ്പോഷർ കുറയ്ക്കുക.
കൂടുതലായിട്ട് ഉരച്ച് കുളിപ്പിക്കാതിരിക്കുക. ഓവറായിട്ട് സോപ്പുകൾ ഉപയോഗിച്ച് കുളിപ്പിക്കാതിരിക്കുക. ഇപ്പം ചിലപ്പോൾ 2-3 നേരം നമ്മൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന നേരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് ഈ 3 നേരം നമ്മൾ സോപ്പിട്ട് അരച്ച് കുളിപ്പിക്കണം നിർബന്ധമില്ല. ഒരു നേരം സോപ്പിട്ട് കുളിപ്പിച്ചാൽ മതി. മറ്റു 2 നേരങ്ങളിൽ നമ്മൾ വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാൽ മതി. ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് അവരുടെ ദേഹത്ത് അമിതമായ അഴുക്കൊന്നും ഉണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ കുറച്ച് ഫുഡിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ സാധാ വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ തന്നെ മതി. പിന്നെ അടുത്ത പോയിന്റാണ് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ പലരും ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്ന രീതിയിൽ മോയ്സ്ചറൈസിങ് ക്രീംസൊക്കെ യൂസ് ചെയ്യും. പക്ഷേ എക്സ്ട്രീം വെതർ അല്ലെങ്കിൽ ഇപ്പം കേരളം പോലെ വളരെ സുഖകരമായൊരു കാലാവസ്ഥയുള്ള സ്റ്റേറ്റിൽ നമ്മൾ പലപ്പോഴും നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീമുകളൊന്നും ആവശ്യം വരില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് ഡ്രൈനസ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത്തരം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് കുട്ടിയെ റെഗുലറായിട്ട് റുട്ടീനായിട്ട് അവരെ ഒരു നല്ല നറിഷിങ് ഓയിൽ ഉപയോഗിച്ച് തേച്ച് കുളിപ്പിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓവറായിട്ട് എക്സ്പോളേഷനും കാര്യങ്ങളും ഇല്ലാതിരുന്നാൽ തന്നെ അവരുടെ സ്കിൻ ഹെൽത്തി ആയിരിക്കും. വേറെ പ്രൊഡക്റ്റിൻ്റെ സപ്പോർട്ട് എടുക്കാതെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും? സ്കിൻ ബ്രൈറ്റനിങ് എന്ന രീതിയിലല്ല, സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ നറിഷിങ് ആയിട്ടുള്ള ഓയിൽസാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആയുർവേദ ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് ബ്രൈറ്റനിങ് ഓയിൽസ് ഒന്നും സജസ്റ്റ് ചെയ്യില്ല. ഒരുപാട് നല്ല ബ്രൈറ്റനിങ് ഓയിൽസ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു ഓയിലാണ്. ഒരുപാട് മരുന്നുകളിട്ട് പ്രോസസ്സ് ചെയ്ത എണ്ണകൾ കുഞ്ഞുങ്ങൾക്ക് പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഞാൻ പറഞ്ഞു, കുട്ടികളുടെ സ്കിൻ മച്ചുർ ചെയ്ത് വരുന്ന സമയത്ത് അവർക്ക് ഇതെല്ലാം കൂടി പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നറിഷിങ് ആയിട്ടുള്ള അവരുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓയിൽസ് ചൂസ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള വെന്ത വെളിച്ചെണ്ണ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെന്ത വെളിച്ചെണ്ണ കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഉപയോഗിക്കാൻ. സേഫായിട്ട് നമുക്ക് സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽസ് ചേർക്കാതെ കിട്ടുന്ന വളരെ പ്യുറസ്റ്റ് ഫോമിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓയിലാണ് വെളിച്ചെണ്ണ. അപ്പോൾ വെന്ത വെളിച്ചെണ്ണ എസ്പെഷ്യലി കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ആ ഒരു സോപ്പൊക്കെ ഉപയോഗിച്ച് കുളിപ്പിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് കൂടുതൽ ഒരുപാട് സോപ്പ് ഉപയോഗിച്ച് കുളിപ്പിക്കരുത്. ജസ്റ്റ് നമുക്ക് അവരുടെ ആ അഴുക്കൊക്കെ പോകാനായിട്ട് വേണ്ടി സോപ്പും അല്ലെങ്കിൽ ബേബി വാഷുകളൊക്കെ ചേർത്ത് കുളിപ്പിക്കാം. കുട്ടികളുടെ നിറം അവരുടെ സ്കിന്നിൻ്റെ ഹെൽത്തിലാണ് ഇരിക്കുന്നത്, അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവസാനം പേരൻസിന് ടെൻഷനാണ്. കാരണം ഇവർ വളർന്നു വരുമ്പോൾ എന്താവും, ഞാനോ ഇങ്ങനെയായി, കുട്ടിക്കെങ്കിലും കുറച്ച് കളർ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. കാരണം ഓരോ വ്യക്തിയും അവരവരുടെ രീതിയിൽ പെർഫെക്റ്റ് ആണ്. അവരുടെ നിറത്തെക്കുറിച്ച് അവരുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കി കൊടുക്കരുത്. കാരണം എൻ്റെ കുട്ടി കളറില്ല എന്ന് ഒരുപാട് വട്ടം പറയുമ്പോൾ കുട്ടിക്കും അത് കോൺഫിഡൻസിനെ അവരെ ബാധിക്കും അത്. അപ്പം അവർക്ക് ഉള്ള രീതിയിൽ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ അവരുടെ മുന്നിൽ സംസാരിക്കാനും പെരുമാറാനും പാടുള്ളൂ. വളരെ ഓപ്പൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് ചിലർക്ക് ടെൻഷൻ ഉണ്ടാവും, കറുത്തിരിക്കുന്ന ആളുകളെ ഇപ്പോഴും സമൂഹത്തിന് ഇഷ്ടമല്ല എന്നൊരു രീതി പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഫ്യൂച്ചറിൽ ഇവൻ എന്നോട് ചോദിച്ചാലോ അല്ലെങ്കിൽ ഇവൾ എന്നെ ചോദിച്ചാലോ, എൻ്റെ സ്കിന്ന് നന്നാവാൻ നിങ്ങളൊന്നും ചെയ്തില്ലെന്ന് ചോദിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്ന അമ്മമാരുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ജെനറ്റിക്സിനെ മറികടന്നുകൊണ്ട് ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിച്ചിട്ട് സ്കിൻ പെർമനൻ്റ് ആയിട്ട് വെളുപ്പിച്ചെടുക്കാൻ പറ്റില്ല. ഇനി അവർ ഫ്യൂച്ചറിൽ അവരൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരികയാണ്, എനിക്ക് നല്ല കളർ വേണം, എനിക്ക് ഇത്ര നിറം പോരാ എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അതിന് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ്, അഡ്വാൻസ്ഡ് കോസ്മെറ്റിക് തെറാപ്പീസ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ധാരാളം പേര് അതൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ചേഞ്ച് ചെയ്തെടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചറിൽ അവർക്ക് അങ്ങനെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ തന്നെ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ധാരാളം സ്കിൻ ബ്രൈറ്റനിങ് പ്രോഡക്ട്സും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുട്ടികളുടെ ആരോഗ്യത്തെ നശിപ്പിക്കാതിരിക്കുക. അത്രയല്ലേ നമ്മൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ കുട്ടികൾക്ക് സ്കിന്നിനുള്ള വേണ്ടിയിട്ടുള്ള മരുന്നിട്ട എണ്ണകളൊന്നും ഉപയോഗിക്കാനേ പാടില്ല എന്ന് ചോദിക്കാറുണ്ട്. ഉപയോഗിക്കാം. എപ്പോഴാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്? ചില സ്കിൻ കണ്ടീഷൻസിൽ, അസുഖങ്ങളുള്ള സമയത്ത് അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ ടെമ്പററി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ല, നമ്മൾ കുറച്ച് കുട്ടി വലുതായി കുറച്ച് പുറത്തൊക്കെ പോയി കളിക്കാനൊക്കെ തുടങ്ങി നന്നായിട്ട് വെയിൽ കൊള്ളുന്ന കുട്ടികൾക്ക് ടാൻ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 1-2 തവണയൊക്കെ കുറച്ച് നറിഷിംഗ് ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാനിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താ, അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ ചെറുപ്പം മുതലേ, വളരെ ചെറിയ കുട്ടികൾ, ന്യൂബോൺ ബേബീസ് മുതലേ നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്
കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അല്ല നമുക്ക് കുറച്ചൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ കുട്ടികളെ കൊതു കടിച്ച് കുറച്ച് പാട് വന്നു, അല്ലെങ്കിൽ കുറച്ച് റാഷസ് ഉണ്ടായി, അതൊക്കെ ഒന്ന് മാറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് ഒരു 1-2 ആഴ്ചത്തേക്ക് മരുന്നുകളൊക്കെ ഇട്ട് എണ്ണ ഉപയോഗിച്ചെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കത് ഉപയോഗിക്കാം. സ്കിന്നിൽ ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണകളൊക്കെ ഉപയോഗിച്ച് കുളിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, അത് നല്ലതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്ന് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.